അല്ല ഭായി, നിങ്ങളെ മൂത്ത മകനല്ലേ? അതെ അതെ അതെ. പെണ്ണെത്താത്തങ്ങള്? മൂന്നാമത്തെ 9ാം ക്ലാസ് പഠിക്കുന്നു. എന്റെ 10ാം ക്ലാസ് പഠിക്കുന്നു. ഒരു 21 വയസ്സായി, ഡിഗ്രി ഫൈനലാണ്. ഞാനിങ്ങനെ ആലോചിക്കുക, പെൺകുട്ടികളെല്ലാം ഇങ്ങനെ വളർന്നു വരുമ്പോ പേടി സത്യം അല്ലേ? നിങ്ങളെ മാത്രമല്ല എല്ലാ രക്ഷിതാക്കൾക്കും ഉള്ളൊരു സംഭവമാണ്. കൊല്ലത്താവുന്ന സംഭവം അറിയുന്നത് പുറത്താണെന്നുണ്ടെങ്കിലും നാളെ നമുക്ക് ഒരു പക്ഷെ സംഭവിച്ചേക്കാം. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച്, എന്തിനാ അങ്ങനെ അവർ ചെയ്തത്? അവള് സ്വന്തം എടുത്ത തീരുമാനം പോട്ടെ. പക്ഷെ അതിന് നമ്മളൊന്നും അല്ല, അത് എന്താണെന്ന് വെച്ചാല് നമ്മൾ പറയും നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന്. പക്ഷെ അവരൊരു പ്രായമാകുമ്പോൾ ഞാനൊരു പക്വത എത്തി, ഇനി എൻ്റെ ഇഷ്ടങ്ങൾക്ക് ആണ് വില എന്ന രീതിയിൽ മക്കളങ്ങ് വലുതായിപ്പോയി എന്നൊരു തോന്നൽ മക്കൾക്ക് വരും. പക്ഷെ അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്, അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പ്രായപൂർത്തിയായി അവരാഗ്രഹിച്ച് മകളുടെ പേരിൻ്റെ മുന്നിൽ ഒരു അഡ്വക്കറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ വേണമെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ കൂടിയാണ് ആ അച്ഛനും അമ്മയും ആ മകളെ വളർത്തിയത്. എന്താ ഉണ്ണികൃഷ്ണ പിള്ളയും ബിന്ദു, മകളെ പേര് ഉണ്ണിമായ നഗനാണ്. പക്ഷെ അവരെഴുതി വെച്ചൊരു ലെറ്റർ ഉണ്ട്, അതിലെ മകള് എന്ന് പോലും എഴുതിയിട്ടില്ല, ഉണ്ണിമായ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ പോലും കയറരുത്, ഞങ്ങളുടെ ശവദാഹം കഴിയുന്നത് വരെ എഴുതി വെച്ചത്. അതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടുപോയി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളെ ഓർത്തുപോയി. ഞാനും ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് എൻ്റെ മക്കളെ രണ്ടാളെ ഞാൻ വളർത്തുന്നത്. അവർ ഏത് രീതിയിൽ മുന്നോട്ട് വളരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരുടെ ഇനിയുള്ള ഭാവി ജീവിതം എന്നൊക്കെ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചോളൂ, ഞാനിങ്ങനെ ആലോചിച്ചതാണ്. ഞാൻ ആ മരിച്ച മാതാപിതാക്കളെയും എന്നെയും എൻ്റെ മക്കളെയും ഒക്കെ ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് ഇന്ന് എൻ്റെ മൂടായിട്ട് മൊത്തം ആ പ്രശ്നം തന്നെയാണ് മുഴുവനും. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ സ്വയം നമുക്ക് ഒതുങ്ങിക്കൂടാ. പക്ഷെ ചില ആൾക്കാർക്ക് അത് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങൾ എടുത്തു പോകുന്നത്. മനസ്സിലാക്കുക? പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സംബന്ധിച്ചാല് നമ്മുടെ മക്കളിൽ കൂടുതൽ ആത്മവിശ്വാസം നമ്മൾ കാണണ്ടേ. കാരണം നമുക്ക് അവര് പ്രായപൂർത്തി വരെ അവരെ നോക്കേണ്ട ഒരു കടമ അച്ഛമ്മമാരുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്വന്തമായിട്ട് തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ, ഞാൻ ഇന്ന് അതിൻ്റെ യൂട്യൂബിലൊക്കെ ഉള്ള ഒരുപാട് ന്യൂസിലൊക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കണ്ടത്, മക്കൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സൗകര്യത്തിൽ വിട്ടുകൊടുക്കണമെന്ന്. അത് എന്ത് ന്യായാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ന്യായമല്ലാന്ന് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എത്രത്തോളം നമ്മളൊരു കടിഞ്ഞാണ് വേണം, പക്ഷെ അത് അമിതമായിട്ട് വരരുത്. അതെ, അല്ല, നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്, എതിർക്കുന്ന ആൾക്കാരുണ്ട്. ന്യായീകരിക്കുന്ന ആൾക്കാർ എന്താ വെച്ചാല് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അവരിപ്പോഴും എന്താ പറയുന്നത്, മക്കൾ ഒരു പ്രായത്തോളം വലുതായി കഴിഞ്ഞാൽ അവർ സൗകര്യത്തിന് വിട്ടുകൊടുക്കണം. അപ്പൊ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് ഒരു കടമയില്ല. പറഞ്ഞു വളരെ ശരിയാണ്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അല്ല, 10, 20 വയസ്സ്, 22, 29 വയസ്സ് വരെ വളർത്തിയ മാതാപിതാക്കളോ ഇന്നലെയോ മെഞ്ഞാന്നോ അല്ലെ ഒരാഴ്ച ഒരു മാസം മുമ്പ് വന്ന കാമുകനാണ് അവർക്ക് വലുത്. ഇങ്ങനെ സംഭവിച്ച 22 വർഷത്തോളം നോക്കിയ രക്ഷിതാവും ഒരു 3-4 മാസം പരിചയം കാണുന്ന ഒരു കാമുകനും, പിന്നെ അതാണ് അവരെ അതാണ് ആ ഒരു ചിന്തയാണ് ആർക്ക് വേണ്ടത്. ചെറുപ്പം മുതൽക്കേ മക്കളില് അങ്ങനത്തെ ഒരു ചിന്ത വളർത്തിയെടുക്കണം നമ്മൾ. എങ്കിലാണ് മക്കള് ഈ രീതിയിൽ പോകും. അവര് എന്താക്കി, മക്കളെ എങ്ങനെ പഠിപ്പിച്ചിട്ട് അവളെ മുമ്പിൽ ഇടാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ആക്കണം എന്നുള്ള ഒറ്റ ഇതോട് കൂടിയിട്ട് എന്താക്കി വളർത്തിയത്. ചിലപ്പം ആ ഒരു ഇതിൽ സ്നേഹം കൊടുക്കാൻ വിട്ടേക്കുണ്ടാവും. നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. അപ്പൊ നമ്മള് കുട്ടികളോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചിലര് പേടിയോട് കാണുന്നുണ്ടാവും. ചിലത് എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തുക്കളായിട്ട് രക്ഷിതാക്കളും മക്കളും സുഹൃത്തുക്കളായിട്ട് പോകും. അപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളോട് അവർ ഷെയർ ചെയ്യും. ഇനിയിപ്പോ ഒരു കാമുകനാണെങ്കിൽ ഒരു കാമുക ലെറ്റർ കൊടുത്തിട്ട് പറയും. മറ്റേത് പേടിയോടെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ ഉണ്ണിമായ എന്ന് പറഞ്ഞ കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞ് എനിക്ക് ഇന്നാളെ ഇഷ്ടമാണ്, ഞാൻ അവൻ്റെ കൂടെ പോകുമെന്ന്. പക്ഷെ അവർ അന്നേരമൊക്കെ കൊടുത്ത്, നീ അവരെ കൂടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരിക്കൂല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് മുൻകൂട്ടി പറഞ്ഞതാണ്. എന്നിട്ടുമാണ് എന്താക്കിയത്, ഈ കൊച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഒരാഴ്ച ആയി ഇറങ്ങിപ്പോയിട്ട്. പക്ഷെ അവരറിഞ്ഞത്
ജസ്റ്റ് മെഞ്ഞാന്നങ്ങാനാണ് വേറെ ആരോന്നിൻ്റെ ഒരു മൊബൈലിലേക്ക് മെസ്സേജ് വന്നത് ഉണ്ണിമായ ഇങ്ങനെ ഇന്നാളെ കൂടെ ഉള്ളത് എന്നുള്ളത്. അത് സഹിക്കാൻ വേണ്ട നേരം അവർ കത്തെഴുതി വെച്ച് മരിച്ചു. അത് മാത്രമല്ല, ഇയാൾക്ക് അസുഖം ഉണ്ടായിട്ട് ഈ അസുഖം മാറണമെങ്കിൽ ഒരു 35 ലക്ഷം റുപ്യ എന്തോ ഒരു ഓപ്പറേഷൻ അങ്ങാനുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തി ആഴ്ചക്ക് 3 പ്രാവശ്യം. എന്നിട്ട് അത് ചെയ്യാതെ, ഈ ഓപ്പറേഷൻ ചെയ്യാതെ എൻ്റെ മകളെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണെന്നും പറഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ പോലും ചെയ്യാതെ മകൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ച ഒരു അച്ഛനായത്. സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ തലമുറ രക്ഷിതാക്കളുണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മക്കള് ഒരു പരിധി വരെ കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ മാതാപിതാക്കളൊക്കെ വളരെ അപൂർവങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ പിന്നെ നോക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്നത് മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഈ ഉയർന്ന വിദ്യാഭ്യാസം പറയട്ടെ, ഇന്നലെ അമേരിക്കയില് നടന്ന കൊലപാതകം, 2 മക്കളെയും കൊന്നിട്ട് ഭാര്യനെയും കൊന്ന് ഓനും മരിച്ച്. ഇന്നലെ തന്നെ അമേരിക്കയിലെ മാത്രം എന്താ പറയുന്നത് നിങ്ങൾ ചോദിക്കണ്ട. അമേരിക്കയിൽ 32 വയസ്സുള്ള മകന് സ്വന്തം 62 വയസ്സുള്ള അച്ഛനാ വെടിവെച്ച് കൊന്നില്ലേ? വിദ്യാഭ്യാസം മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല. വിദ്യാഭ്യാസം മാത്രം കൊടുത്തോണ്ട് നമുക്ക് കാര്യമില്ല. ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്തോണ്ട് സംഭവിച്ചു. അല്ല, ഞാൻ വിദ്യാഭ്യാസത്തിന്റെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ സ്നേഹത്തിന്റെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാനീ പറയുന്നത്, ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന മക്കള് ചിന്തിക്കണം. 1000 എണ്ണം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്ന 1 or 2 മര്യാദയ്ക്ക് ജീവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒന്നിക്കലത്തെ പീഡിയത്തിണ്ടേല്, അല്ലെങ്കിൽ ആത്മഹത്യ, ഏതെങ്കിലും രീതിയിൽ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരാനാവാത്തതാണ് എന്താകുന്നത്, ലാസ്റ്റ് മരിക്കുന്നത്. ചിലപ്പം തിരിച്ചു വരാൻ പറ്റാത്ത എന്താകുന്നുണ്ടാവും, കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാ അടിയും കുത്തും ചവിട്ടും കേട്ടിട്ട് പിന്നെ വേറൊരുത്തനോടി പോയി, പിന്നെ വേറൊരുത്തനോടി പോയി, 3ഉം 4ഉം ആണുങ്ങളോടി പോയി, ലാസ്റ്റ് ഉള്ള ജീവിതം എന്തായിന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഞാൻ ഇതൊന്നുമല്ല പറയുന്നത്. മക്കളെ വളർത്തുമ്പോൾ അവർക്ക് പരമാവധി സ്നേഹം കൊടുക്കുക. അവരെ വിഷമങ്ങൾ നമ്മൾ എന്താക്കുക, മനസ്സിലാക്കുക. ചിലപ്പം പൂർണ്ണമായിട്ടുള്ളൊരു പിതാവോ അല്ലെങ്കിൽ മാതാവോ അല്ലെങ്കിൽ ഒരു ബ്രദറോ അങ്ങനെ ആയി നിന്നും വരുമൊന്നുമില്ല. അവനവന് വരുമ്പോഴാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ എന്താക്കുക, കൂടുതൽ നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കത് വിഷയമായിട്ട് വരികയല്ല. സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. എന്നത്തെ എൻ്റെ മൈൻഡ് മൊത്തം ഇന്നത്താണ് ഈ ഒരു ആത്മഹത്യയാണ്. അപ്പൊ റഫീഖ് ഭായി, ഇത് സംഭവം കൊല്ലത്താണെങ്കിലും ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അതെ, ഇത് എല്ലാ രക്ഷിതാക്കൾക്കും ഒരു മുന്നറിയിപ്പാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സൗകര്യങ്ങളും വെടിഞ്ഞ് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി, മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിന് എല്ലാ രക്ഷിതാക്കളും കൊടുക്കുന്ന വെച്ചാൽ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം, സ്നേഹം കൂടെ അവർക്ക് കൊടുക്കണം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ വിഷയത്തെ കുറിച്ചാണെങ്കിലും ഈ വിഷയം മുന്നോട്ട് കടന്നു വരാനുള്ള കാരണം കൊല്ലത്തുള്ളൊരു ആത്മഹത്യയാണ്. അതുപോലെ ലോകം മൊത്തം പറഞ്ഞല്ലോ. പക്ഷേ ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.